Welcome back to the fourth class of our tutorial theory exam based classes. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലൂപ്പിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ആർ നമ്മുടെ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ പോലെ തന്നെ ലൂപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് ആ ഒരു കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എന്ന കാര്യമാണ്. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ സിമിലർ ആണ് എങ്കിലും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ലൂപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളത് മെയിനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ജസ്റ്റ് ലൈക്ക് അനദർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഫോർ ആൻഡ് വൈൽ. ഫോർ ലൂപ്പ് ആർ യൂസ് ടു റിപ്പീറ്റ് എ ബ്ലോക്ക് ഓഫ് കോഡ് എ സ്പെസിഫിക് നമ്പർ ഓഫ് ടൈംസ്. നമുക്കറിയാമല്ലേ, ഫോർ ലൂപ്പ് നമ്മൾ ഒരു ഫോറിൽ ഒരു കണ്ടീഷൻ ബേസിൽ എഴുതി കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ ആ ഒരു കോഡ് ഈ ഒരു ബ്ലോക്കിലുള്ള കോഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ആ ഒരു ഫോർ i = 0, i <10 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ 10 ടൈംസ് നമ്മുടെ വാല്യൂ നമ്മുടെ ഈ കോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇൻക്രിമെന്റഡ് ബേസിലാണെങ്കിലും ഡിക്രിമെന്റഡ് ബേസിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. 10 to 1 വരെ അല്ലെങ്കിൽ 1 to 10 വരെ രണ്ടും പോസിബിൾ ആണ്. While loop is used to repeat a block of code as long as a certain condition is met. While loop എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവും, അത് ഓക്കെ ആണെങ്കിൽ വി ആർ റിപ്പീറ്റിംഗ് ദിസ് കോഡ്. എന്നിട്ട് ഇൻക്രിമെന്റ് ഈ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് ഇത് ഫോൾസ് ആവുന്നത് വരെ ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. Okay, repeat a block of code as long as a certain condition is met. The condition is evaluated at the beginning of each iteration of the loop. If the condition is met, the block of code is executed. If the condition is not met, the loop terminates. അപ്പോൾ നമ്മുടെ നോർമൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും പോലെ തന്നെയാണ് ആറിലെയും ലൂപ്പിംഗ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ബേസിൽ നോക്കാം. സിൻടാക്സിൽ വരുന്നത് 4i in 1:10. ഇങ്ങനെ പറയുമ്പോൾ i 1 തൊട്ടിട്ട് 10 വരെ നമ്മൾ ഇത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻക്രിമെന്റ് അത് അതുപോലെ തന്നെ വരും. ഇൻക്രിമെന്റേഷൻ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ വരും. ഇനി അങ്ങനെ ഈ i പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈൽ ലൂപ്പ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഐക്ക് ഒരു വാല്യൂ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് വൈൽ i < 10, ഐയുടെ വാല്യൂ < 10 ആവുന്നത് വരെ അഥവാ 10 ആവുന്നത് വരെ ഈ ഒരു പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ i = i+1 ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആറിൽ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിൽ നമ്മൾക്ക് if സ്റ്റേറ്റ്മെന്റും സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് ഇഫ് എ സർട്ടൺ കണ്ടീഷൻ ഇസ് മെറ്റ്. നമുക്കറിയാമല്ലേ, ഇഫ് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ട്രൂ ബ്ലോക്ക് ഉണ്ട്, ഫോൾസ് ആണെങ്കിൽ എൽസിൽ ഒരു ഫോൾസ് ബ്ലോക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മേ ബി ട്രൂ ബ്ലോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോൾസ് ബ്ലോക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള എല്ലാ നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻസും എൽസ് ഇഫ് ലാഡറും എല്ലാം നമ്മുടെ ആറിലും പോസിബിൾ ആണ്. Clear? The condition is evaluated at the beginning of the if statement. If the condition is met, the block of code is executed. If the condition is not met, the if statement is skipped. അത് ഓക്കെ അല്ലെങ്കിൽ എൽസ് പാർട്ട് ഒന്നും ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോന്നോളൂ. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ഓർ ഫാൾസ് അങ്ങനെയുള്ള രണ്ട് ബ്രാഞ്ചസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഒരുപാട് ബ്രാഞ്ചസിലേക്ക് അതിനെ കൊണ്ടുപോകണമെങ്കിൽ വി ആർ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് എ വേരിയബിൾ. നമ്മൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു വാല്യൂ ഉണ്ടായിരിക്കും സ്വിച്ചിന്റെ ഉള്ളിൽ. ആ വാല്യൂ അതിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിലുള്ള ആ വാല്യൂ മീറ്റ് ചെയ്യുന്ന കേസ് ഉണ്ടെങ്കിൽ ആ കേസ് വാല്യൂയുടെ അണ്ടറിലുള്ള ഈ ഒരു കോഡ് വർക്ക് ചെയ്യും. ഓക്കെ, if the value of the variable matches one of the cases, the corresponding block of the code is executed. If the value of the variable does not match any of the cases, the switch statement is skipped. നമ്മൾ ഒന്നും ആ കേസിലേക്ക് അത് പ്രോപ്പർ ആയിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ഇഫ് ഡിഫോൾട്ട് ആയിട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ അത് വർക്ക് ആവും, അല്ലെങ്കിൽ ആ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്നും അത് സ്കിപ്പ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റും സ്വിച്ച് സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ i = 10 ആണെങ്കിൽ ദ വാല്യൂ ഓഫ് i is 10 എന്ന് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേരിയബിളിലേക്ക് മൺഡേ എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അത് ഡേ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മൺഡേ ആണെങ്കിൽ ടുഡേ ഈസ് മൺഡേ, ബ്രേക്ക് ട്യൂസ്ഡേ ആണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഡീഫോൾട്ട് ആണെങ്കിൽ ദ ഡേ ഈസ് നോട്ട് സ്പെസിഫൈഡ് എന്ന് കൊടുത്തു. ജസ്റ്റ് ലൈക്ക് അനദർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ
ഇവിടെ മൺഡേ ആയതുകൊണ്ട് മൺഡേ പ്രിന്റ് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്യും, ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പുറത്തേക്ക് കടക്കും. ഇതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. ആറിൽ ഈഫ് സ്റ്റേറ്റ്മെന്റും സ്വിച്ച് സ്റ്റേറ്റ്മെന്റും. ഈഫിൽ എല്ലാ തരം ഈഫും വരും, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൽസ് ഇഫ്, ലാഡർ, നെസ്റ്റഡ് ഈഫ് എല്ലാം പോസിബിൾ ആണ്. ഇനി അതുപോലെ ഫോറും വൈലും ആണ് നമ്മൾ ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൂപ്പിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ആർ.